സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ഭാര്യമാരോടുള്ള സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാൻ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ അതിന് ഒരു നാണക്കേടും ഉണ്ടായിരുന്നില്ല, ഒരു മടിയും ഉണ്ടായിരുന്നില്ല. നബിതങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠാണത്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊന്നും റസൂലുള്ള ചിന്തിച്ചിരുന്നില്ല. നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു സഹാബി വന്നിട്ട് നബിതങ്ങളോട് ചോദിച്ചല്ലേ, മൻ അഹബ്ബുന്നാസി ഇലൈക യാ റസൂലുള്ളാഹ്, നബിയെ അങ്ങേക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയായിരുന്നു? റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? ആയിഷ. നബിതങ്ങൾക്ക് അതിന് മടിയൊന്നുമില്ല, എനിക്ക് ആയിഷയാണ് ഇഷ്ടം. അപ്പൊ വന്നാക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ചോദിച്ചു, ഒമിന റിജാലി, ആണുങ്ങളുടെ കൂട്ടത്തിൽ അങ്ങേക്ക് ആരെയാ ഇഷ്ടം? അപ്പൊ നബിതങ്ങൾക്ക് അയാളുടെ ചോദ്യത്തിന്റെ ശൈലിയൊക്കെ മനസ്സിലായി. അയാൾക്കത് ആദ്യം പറഞ്ഞ മറുപടി ഇഷ്ടപ്പെട്ടില്ല എന്ന് നബിതങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹ, അവളുടെ ഉപ്പയാണെന്ന് പറഞ്ഞു. അബൂബക്കർ എന്ന് പറഞ്ഞില്ല, എന്താ പറഞ്ഞത്? അവളുടെ ഉപ്പയാന്ന് പറഞ്ഞു. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളോട് വലിയൊരു സദസ്സിൽ വെച്ച്, പള്ളിയുടെ മുമ്പിൽ വെച്ച് എല്ലാവരും ഉള്ള സമയത്ത് നമ്മളോട് ആരെങ്കിലും ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭാര്യ ആണെങ്കിൽ പോലും നമ്മൾ എന്റെ ഭാര്യ എന്ന് നമ്മൾ പറയൂല. അങ്ങനെ പറയുന്നത് എന്തോ ഒരു ആണത്ത ഇല്ലായ്മയായിട്ടോ ഒരു നാണക്കേടായിട്ടോ ഒരു കുറവായിട്ടോ നമ്മൾ കാണും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ല. നബിതങ്ങൾ തന്റെ ഭാര്യയായ ആയിഷയോടും ഖദീജയോടും ഒക്കെ ഉള്ള സ്നേഹം തുറന്ന് പ്രകടിപ്പിച്ചു. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിരുന്നില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ്, തുറന്ന് പ്രകടിപ്പിക്കാനുള്ളത്. അതിങ്ങനെ ഒളിച്ചു പൂട്ടി വെക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു